ഇത്തരത്തിൽ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ മാറുന്നതിനെയാണ് ഞങ്ങൾ എതിർത്തത്. നിങ്ങൾ കേരളത്തിന്റെ സർവകലാശാലകളെ മുഴുവൻ കാവ്യവൽക്കരിക്കാൻ RSS എന്താണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പിന്തുണ കൊടുക്കുന്ന സാഹചര്യമാണ് ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ചോദിച്ചു ശ്രീ അരുൺകുമാർ. ശരി, PM ശ്രീയിൽ ഒപ്പിടുന്നതിനെ കുറിച്ച്, ഇപ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാടുകളെ കുറിച്ച്, അതിലെ കൺഫ്യൂഷനെ കുറിച്ച് നിങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. അപ്പോൾ PM ശ്രീയിൽ ഒപ്പിടുന്നത് തെറ്റാണ് എന്ന നിലപാടുണ്ടായിരുന്നോ മുമ്പ് കേരളത്തിലെ സർക്കാർ? അന്നത്തെ LDFന്റെ സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചത്, ഇവിടെ പറഞ്ഞതുപോലെ മുന്നണിയെയോ പാർട്ടിയെ പോലും അറിയിക്കാതെ ഒപ്പിടാൻ തീരുമാനിച്ചത് തെറ്റായി പോയി. അന്ന് അത് തെറ്റായിരുന്നു എന്ന ബോധ്യത്തിലാണോ തിരുത്തിയത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഇവിടെ കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി വളരെ വിശദമായി തന്നെ പല ഘട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവും സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല തകർക്കാൻ വേണ്ടി SSA പ്രകാരം നിയമപരമായിട്ട് കിട്ടേണ്ട ആയിരക്കണക്കിന് കോടി രൂപ തടഞ്ഞു വച്ചപ്പോൾ ആ തുക വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം എന്ന രൂപത്തിൽ തന്നെയാണ് അന്ന് ഒപ്പിട്ടത്. അന്ന് പറഞ്ഞു കേന്ദ്ര പദ്ധതികളൊന്നും നടപ്പാക്കില്ല, ഒരു തരത്തിലും സിലബസ് പരിഷ്കാരമില്ല, സിലബസിൽ ഒരു തരത്തിലുള്ള കേന്ദ്ര നിർദ്ദേശവും പാലിക്കില്ല എന്ന് പറഞ്ഞു മുന്നോട്ട് പോയി. ഒരു ഘട്ടത്തിൽ അത് ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം. അതല്ലല്ലോ ഇപ്പൊ പ്രശ്നം. ഇപ്പൊ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ PM ശ്രീയെ അന്ന് എതിർത്തില്ല, അന്ന് മന്ത്രിസഭയിൽ വയ്ക്കാതെ ഒപ്പിട്ടതിനെ മാത്രമേ എതിർത്തുള്ളൂ, പദ്ധതിയെ ഞങ്ങൾ എതിർത്തില്ല എന്ന് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ നിരവധി പ്രസ്താവനകളും ഇടപെടലുകളും പ്രസംഗങ്ങളും നിയമസഭയിലെ ചോദ്യോത്തരവും മറുപടിയും എല്ലാം അദ്ദേഹം തന്നെ വാഷ് ഔട്ട് ചെയ്ത് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ പദ്ധതിയെ എതിർത്തില്ല എന്ന്. ഇത്തരത്തിൽ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ മാറുന്നതിനെയാണ് ഞങ്ങൾ എതിർത്തത്. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ചല്ലോ, 22 ദിവസമല്ലേ ആയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതിൽ എന്തൊക്കെയാണ് മാറ്റി പറഞ്ഞിരിക്കുന്നത് അത് പറയാം. ഞാൻ പറയാം, ഒരു സമയം തന്നാൽ മതി, അധികം സമയം വേണ്ട. നിങ്ങൾ പറഞ്ഞു പെട്രോൾ ഡീസൽ നികുതി ഭീകരതയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കുമെന്ന്. ഇപ്പൊ നികുതി ഭീകരതയില്ലേ? 4 തവണയായി 8 രൂപയാണ് വർദ്ധിച്ചത്. അതേപോലെ തന്നെ കടമെടുക്കാതെ ഖജനാവ് നിറയ്ക്കാൻ കഴിയുന്ന മാന്ത്രിക വിദ്യ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. ആദ്യം 1800 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചു, ഇപ്പൊ 6800 രൂപ കടമെടുക്കാൻ തീരുമാനിച്ചു. PSC റാങ്ക് ലിസ്റ്റ് ഞങ്ങൾ യഥേഷ്ടം എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് 3-ാം ദിവസം നിങ്ങൾ തന്നെ പിൻവലിച്ചു. എന്നിട്ട് പറഞ്ഞു നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന്. മുൻപ് 10 മിനിറ്റ് കിട്ടിയാൽ ഞാൻ ഈ പ്രശ്നം എല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ചു. 10 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു, 22 ദിവസം കഴിഞ്ഞു. അതുപോലെ തന്നെ മോഡി പിടിപ്പിക്കൽ അറ്റകുറ്റിപ്പണി ആയി മാറിയത്, മുഖ്യമന്ത്രി പിണറായിയുടെ ഹെലികോപ്റ്റർ പോലീസിന്റെ ഹെലികോപ്റ്ററായി മാറിയത്, അതുപോലെ തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ തുടർച്ച എന്ന് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടരുമെന്ന് പറയുന്ന സാഹചര്യം അടക്കം എത്രയോ ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ആന 5 പേരെയാ ചവിട്ടിക്കൊന്നേ, അപ്പൊ പറയുന്നു ആന ചവിട്ടിക്കൊല്ലുമ്പോ പറയുന്നു അത് യഥേഷ്ടം നടക്കുന്നതാണ്, മാന്ത്രിക വിദ്യ ഞങ്ങളുടെ കയ്യിലില്ല, സർക്കാർ മാറിയത് ആന അറിഞ്ഞിട്ടില്ല എന്ന്. ആരോഗ്യമന്ത്രി, ഒരു എരണം കെട്ടവൻ കേരളം ഭരിക്കുമ്പോഴാണ് നിപ്പ വൈറസ് ഉണ്ടായത്, അതുകൊണ്ടാണ് കോവിഡ് ഉണ്ടായതെന്ന് പറയുന്നു. ഇപ്പൊ നിപ്പ വൈറസ് പറയുമ്പോൾ ആ എരണം കെട്ടവൻ എന്ന വിശേഷണം കൊടുത്ത ആൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾ വേണം? അതുകൊണ്ട് 22 ദിവസമായോളെങ്കിലും കഴിഞ്ഞ 5 വർഷം നിങ്ങൾ പറഞ്ഞത് എല്ലാം തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും കോൺഗ്രസ് പ്രതിനിധി 19 സെനറ്റ് മെമ്പർമാരെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിഷേധിച്ചോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഗവർണറുമായി പോരിനില്ല, ഞങ്ങൾ ചാൻസലറുമായി സന്ധി ചേർത്തിരിക്കുകയാണ്. ഞങ്ങളും പറയുന്നു നിങ്ങൾ സന്ധി ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ കേരളത്തിന്റെ സർവകലാശാലകളെ മുഴുവൻ കാവ്യവൽക്കരിക്കാൻ RSS എന്താണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പിന്തുണ കൊടുക്കുന്ന സാഹചര്യമാണ് ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അലോസരപ്പെട്ടിട്ട് കാര്യമില്ല. വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ഞക്കുറ്റി മാറ്റി നിങ്ങളുടെ കാവിക്കുറ്റി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാം. അതുകൊണ്ട് നിരന്തരം ഞങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. അരുൺകുമാർ, ഇവിടെ ഇപ്പോൾ നമ്മുടെ എല്ലാ വിഷയങ്ങളിലേക്കൊക്കെ സ്പർശിച്ചു പോയി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ പറഞ്ഞതിന് മറുപടി ആയിട്ടാണ് ഒരുപക്ഷെ താങ്കൾക്കും പറയാനുണ്ടാവും. നമ്മുടെ സെൻട്രൽ വിഷയം വിദ്യാഭ്യാസമാണ്. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 19 പേരെ MG സെനറ്റിലേക്ക് നിയോഗിച്ച കാര്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണോ? ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോഴും പിന്നീട് രാജേന്ദ്ര ആർലേക്കർ വന്നപ്പോഴും വിവിധ സെനറ്റുകളിലേക്ക് ഇതുപോലെ നിയമനം നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സെനറ്റിലേക്ക് ABVP നേതാക്കൾ അടക്കം നിയോഗിക്കപ്പെട്ട സമയത്ത് അതിനെതിരെ പ്രൊട്ടസ്റ്റ് വന്നു. എന്തിന് കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഇതുപോലെ സംഘപരിവാർ നോമിനികളെ നിയോഗിച്ച സമയത്ത് SFI ആദ്യത്തെ സെനറ്റ് യോഗം തടഞ്ഞു. ഈ സംഘപരിവാർ നോമിനികളെ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കടത്തില്ല, ഞങ്ങൾ സംഘപരിവാറിനെ തടയുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സെനറ്റ് യോഗം ഉപരോധിച്ചു തടഞ്ഞു. ഒരു തവണ തടഞ്ഞു, പിന്നെ അടുത്ത സെനറ്റ് യോഗം മുതൽ ഇവരെല്ലാം പങ്കെടുത്തു. അന്ന് സെനറ്റിലേക്ക് വന്ന ആളുകൾ സിൻഡിക്കേറ്റിന്റെ ഭാഗമായി. ഈ പറഞ്ഞ ആളുകളൊക്കെ സർവകലാശാലകളിൽ ഉണ്ട്, കുറെ കാലമായിട്ടുണ്ട്, സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ. അപ്പൊ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു ഗവർണർ ആദ്യത്തെ UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ എന്നാ പിന്നെ കുറച്ചുപേരെ സെനറ്റിലും സിൻഡിക്കേറ്റിലും നിയോഗിച്ചേക്കാന്ന് പറഞ്ഞതല്ലോ. അഭിലാഷേ,
ഈ ചർച്ച തുടക്കം ഞാൻ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും സൂചിപ്പിച്ചു. ഇവിടെ സർവകലാശാലകളുടെ കാവ്യവൽക്കരണം കൃത്യമായി RSS അജണ്ടയാണ്. ഒരു താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിക്കുന്നത് ഒന്നെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെ, അല്ലെങ്കിൽ പെർമനന്റ് VC വരുന്നത് വരെ, സ്ഥിര നിയമനം കിട്ടി VC വരുന്നത് വരെ. ഇവിടെ MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു താൽക്കാലിക VCയെ നിയമിച്ചു. ആ VCക്ക് 60 വയസ്സായി സാധാരണ മറ്റേ അധ്യാപക വൃത്തിയിൽ നിന്ന് റിട്ടയർ ആവുന്ന പ്രായമാണ് 60. ആ 60 വയസ്സായത് മെയ് 31-നാണ്. പക്ഷേ VCയുടെ നിയമനം ഒന്നെങ്കിൽ പെർമനന്റ് VC വരുന്നത് വരെ, അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. ഇനി 5 കൊല്ലം കൂടി അദ്ദേഹത്തിന് തുടരാം, അല്ലെങ്കിൽ പെർമനന്റ് VC വരണം. ഈ വിഷയത്തിൽ ഇവിടെ രാജ്ഭവൻ ഏകപക്ഷികമായി, ഈ വൈസ് ചാൻസലർ ഏകപക്ഷികമായി അദ്ദേഹത്തെ മാറ്റി ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. ഒരു വാക്ക് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞോ? ഒരു വാക്ക് ഈ സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞോ എന്നതാണ് എന്റെ ചോദ്യം. ഇത്രയൊക്കെ പ്രസംഗം കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി ഇവിടെ വന്ന് പറയുമ്പോൾ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? രണ്ടാമത്തെ കാര്യം, 19 അങ്ങ് ചോദിച്ചല്ലോ, പലരെയും തിരികെ കയറ്റിയിട്ടുണ്ട്. പക്ഷെ 30-ൽ 19 പേരെയും ഏകപക്ഷികമായി RSS തിരികെ കയറ്റുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരക്ഷരം പറഞ്ഞോ? ഇല്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞോ? ഇല്ല. പണ്ട് എങ്ങനെയായിരുന്നു ഇത്തരത്തിൽ തിരികെ കയറ്റുമ്പോൾ? താങ്കൾ പറഞ്ഞല്ലോ SFI ആദ്യ ദിവസം തടഞ്ഞു, രണ്ടാമത്തെ ദിവസം തടഞ്ഞു, കേസായി, എത്രയോ നിയമ പോരാട്ടം നടത്തി. സുപ്രീം കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി. ഈ ഗവർണറുടെ ചാൻസലറുടെ തെറ്റായ നടപടിക്കെതിരെ നിരവധി നിയമ പോരാട്ടം നടത്തി. ഒരു തവണ മാത്രമാണ് ഗവർണർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്, ഒരു തവണ. ബാക്കി എല്ലാ തവണയും ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലും ജയിച്ചത് LDF സർക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരക്ഷരം UDFന്റെ നേതാക്കന്മാർ മിണ്ടിയില്ല, കോൺഗ്രസിന്റെ പ്രതിനിധിയും മിണ്ടുന്നില്ല. എന്നിട്ട് CPM-നെ ആക്രമിക്കുക, അതുപോലെ നിരന്തരമായി ആക്രമിക്കുക. അങ്ങൊരു ചോദ്യം ചോദിച്ചു, PM ശ്രീയിൽ കോൺഗ്രസ് ഒപ്പിടുമോ? UDF ഒപ്പിടുമോ? അവിടെ രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഒപ്പിട്ടു, അതുപോലെ തന്നെ തെലങ്കാന ഒപ്പിട്ടു, കർണാടക ഒപ്പിട്ടു, ഹിമാചൽ പ്രദേശ് ഒപ്പിട്ടു. കേരളത്തിൽ ഒപ്പിടുമോ എന്ന് താങ്കൾ സ്പെസിഫിക് ആയിട്ട് ചോദ്യം ചോദിച്ചു. കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞോ? എന്താ അദ്ദേഹം പറഞ്ഞേ? മുന്നോട്ട് പോകേണ്ടി വന്നാൽ ഞങ്ങൾ ആലോചിക്കും. ചോദ്യം നിങ്ങൾ ഒപ്പിടുമോ എന്നതാണ്. അന്തസ്സായി മറുപടി പറ. ഞങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒപ്പിട്ടു, ഞങ്ങൾ തന്നെ മരവിപ്പിച്ചു എന്നതുകൊണ്ട് SSI ഫണ്ട് ഞങ്ങൾക്ക് തന്നില്ല. പക്ഷെ നിങ്ങളുടെ സർക്കാർ വന്നതിന്റെ പിറ്റേ ദിവസം ആ തടഞ്ഞു വെച്ച SSI ഫണ്ട് മുഴുവൻ നിങ്ങൾക്ക് റിലീസ് ചെയ്തു തന്നു. അതിന്റെ ഡീൽ എന്താ? അതിന്റെ ധാരണ എന്താ? പിന്നെ പെൻഷൻ പ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ലെന്ന് ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ നിരവധി വിധിന്യായമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാത്തത്. അന്ന് വിവിധ രൂപത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തിയപ്പോൾ നിങ്ങൾ ആളിക്കത്തിച്ചു. സാധാരണക്കാരെ കബളിപ്പിക്കാൻ, കൃത്യമായി ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കാൻ, അവരുടെ വോട്ട് കിട്ടാൻ നിങ്ങൾ പല നമ്പർ ഇറക്കി. എന്നിട്ട് മന്ത്രിസഭ വന്നതിന്റെ പിറ്റേ ദിവസം റാങ്ക് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. രണ്ടാം ദിവസം നിയമപരമായ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പിൻവലിച്ചു. ഇത് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്? റാങ്ക് ലിസ്റ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്താൽ ആ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായി പുതിയ നിരവധി കുട്ടികൾ പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്ന, PSCക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ അത് ബാധിക്കും. എന്നിട്ട് നിങ്ങൾ എന്താ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞത്? പെൻഷൻ പ്രായം 56-ൽ നിന്ന് 60 ആക്കണം, ഉയർത്തണം. അതായത് ജോലി പ്രതീക്ഷിച്ച് ഒരു തൊഴിൽ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കാത്തു നിൽക്കുന്ന PSC റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ഒടുക്കത്തെ പൂട്ടുന്ന തീരുമാനമല്ലേ നിങ്ങളുടെ നയപ്രഖ്യാപനത്തിൽ വന്നത്? പെൻഷൻ പ്രായം 60 ആക്കുമെന്ന്. അതായത് വരുന്ന 4-5 കൊല്ലത്തേക്ക് ഒരൊറ്റ നിയമനം നടത്താൻ പറ്റുമോ പെൻഷൻ പ്രായം ഉയർത്തിയാൽ? അപ്പൊ നിങ്ങൾ പറഞ്ഞതെന്ത്? നിങ്ങൾ പ്രവർത്തിച്ചതെന്ത്? എന്നിട്ട് ഇപ്പൊ പറയാ പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ് ആക്രമിക്കുക. നിങ്ങൾക്കറിയോ ആ പ്രളയ സമയത്ത് പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമ്പോൾ വലതുവശത്തിരുന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാ. അതിനുശേഷം പ്രധാനപ്പെട്ട ഘട്ടം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂട്ടിയിരുത്തിപ്പോയി. എത്രയോ അവയവം, ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിക്കും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്കും ഒക്കെ കൊണ്ടുപോയത് നമ്മുടെ മുന്നിലുണ്ട്. കുട്ടികളുടെ അടക്കം ഹൃദയത്തുടിപ്പ് നിലനിർത്താൻ എത്ര തവണയാ ഹെലികോപ്റ്റർ ഉപയോഗിച്ച്? അന്നൊക്കെ പിണറായിയുടെ ഹെലികോപ്റ്ററാ, ഇപ്പൊ പറയുന്നു പോലീസിന്റെ ഹെലികോപ്റ്റർ. എന്നിട്ട് ഇപ്പൊ പറയുന്നു ഞങ്ങൾ സുതാര്യമാക്കും. ഇതൊക്കെ ടെൻഡർ വിളിച്ച് പൊതുസമ്മത കരാറുണ്ടാക്കി കരാറിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന കാര്യമാ. അതുപോലെ തന്നെ നിപ എന്താ പറഞ്ഞേ ആരോഗ്യമന്ത്രി? എരണം കെട്ടവൻ കേരളം ഭരിക്കുമ്പോ ഇതിലും വലുത് വരും. കെ കരുണാകരൻ ഭരിച്ചു വന്നോ? AK ആന്റണി ഭരിച്ചു, നിപ വന്നോ? ഉമ്മൻചാണ്ടി ഭരിച്ചു, നിപ വന്നോ? ഇവിടെ പകർച്ചവ്യാധി വരുന്നതും ഇത്തരത്തിൽ രോഗം വരുന്നതും ഭരണാധികാരിയെ നോക്കിയിട്ടല്ല. വന്ന സാഹചര്യമുണ്ട്, അതിനെ ശക്തമായി നേരിടാൻ കഴിയുമോ ഗവൺമെന്റിന് എന്നതാണ്. ഇപ്പൊ പറഞ്ഞല്ലോ എണ്ണം കെട്ടവൻ, ആ പ്രയോഗം നടത്തിയ ആള് തന്നെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി. ഞങ്ങൾ പറഞ്ഞോ അത്തരത്തിൽ പ്രയോഗം? ഞങ്ങൾ പറഞ്ഞത് ഏത് രോഗം വന്നാലും ഒറ്റക്കെട്ടായിട്ട് നേരിടാൻ നമുക്ക് കഴിയണം എന്ന രൂപത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു പല പ്രയോഗങ്ങളും അദ്ദേഹം നടത്തിയല്ലോ, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് തിരുത്തി പറയേണ്ട, ഓടി ഒളിക്കേണ്ട സാഹചര്യം വരുന്നു. ഒന്നോടെ ഞാൻ ചോദിക്കുന്നു, PM ശ്രീയിൽ നിങ്ങൾ ഒപ്പിടുമോ ഇല്ലയോ? ധൈര്യമായി പറയൂ, നിങ്ങൾ ഒപ്പിടുമോ ഇല്ലയോ? അതേപോലെ തന്നെ ഇവിടെ MG യൂണിവേഴ്സിറ്റിയിലെ VC നിയമനം നിങ്ങൾ തള്ളി പറഞ്ഞോ? നിങ്ങൾ തള്ളി പറയുമോ? 65 വയസ്സ് വരെ കാലാവധി ഉള്ളപ്പോൾ എന്തിന് മുൻ
താൽക്കാലിക VC മാറ്റി 19 പേരെ സെനറ്റിലേക്ക് ഏകപക്ഷീയമായി ചാൻസലർ നോമിനേറ്റ് ചെയ്യുന്നതിനെ നിങ്ങൾ എതിർത്തിട്ടുണ്ടോ? ഒരു പ്രസ്താവനയെങ്കിലും ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പുറത്തുവിട്ടിട്ടുണ്ടോ എന്ന് വീണ്ടും ഞാൻ ചോദിക്കുന്നു. താങ്കൾ ധൈര്യമായിട്ട് ഉത്തരം പറ. ശരി.